ഭൂമിയിൽ തന്റെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിന് ആവശ്യമായിരുന്നു. ദൈവം ഇസ്രായേലിനെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി തിരഞ്ഞെടുത്തതിന്റെ ഒരു കാരണം ഭൂമിയിൽ തന്റെ നിലവാരങ്ങൾ പാലിക്കാൻ ഒരാളെ ആവശ്യമായിരുന്നു എന്നതാണ്. ഇസ്രായേലിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യങ്ങളിലൊന്ന് അവർ അവനെ അനുസരിക്കുകയും അവന്റെ ഉടമ്പടികൾ പാലിക്കുകയും ചെയ്യുന്ന ഒരു ജനമായിരിക്കുമെന്നതായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിനിധികളായിരിക്കും. ചുറ്റുമുള്ള ജനതകൾക്ക് ഇസ്രായേൽ ദൈവത്തിന്റെ ജീവിതരീതിയുടെ ഒരു മാതൃകയായിരിക്കും. ഉണ്ടാക്കിയ ഉടമ്പടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു സോപാധിക ഉടമ്പടിയായിരുന്നു. അവർ ദൈവത്തിന്റെ നിയമങ്ങൾ ഉപേക്ഷിച്ച് അനുസരണക്കേടിൽ നടക്കാൻ തീരുമാനിച്ചാൽ അവർ പലപ്പോഴും അങ്ങനെ ചെയ്തിരുന്നു. ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത നിരവധി അനുഗ്രഹങ്ങളും പദവികളും അവർക്ക് നഷ്ടപ്പെടും. എന്നിരുന്നാലും ദൈവത്തിന്റെ ആഗ്രഹം ഈ ജനത തന്റെ ഉദ്ദേശ്യത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു വിശുദ്ധ ജനതയായിരിക്കണമെന്നതായിരുന്നു. ദൈവത്തിന് ക്രിസ്തു ഒരു വംശപരമ്പരയിലൂടെ വന്ന് ഉൽപ്പത്തിയിലെ പ്രവചനം നിറവേറ്റേണ്ടതുണ്ടായിരുന്നു. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിന്റെ അവസാനത്തെ കാരണം സംശയമില്ല. ഇസ്രായേൽ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം യേശു വരേണ്ട വംശാവലി ദൈവം സ്ഥാപിക്കുകയായിരുന്നു എന്നതാണ്. ദൈവം ഇസ്രായേലിനെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി തിരഞ്ഞെടുത്തതിന്റെ കാതലിതാണ്. യേശുവിന്റെ വരവ് ദൈവം അബ്രഹാമിന് നൽകിയ പ്രധാന വാഗ്ദാനം നിറവേറ്റി. ഈ ഗ്രഹത്തിൽ ജീവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് പ്രയോജനം നേടാം. ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് കാണുന്നു. ഇതെങ്ങനെ സാധ്യമാകും? ന്യൂജേഴ്സിയേക്കാൾ വലുതല്ലാത്ത ഒരു ചെറിയ ജനതയ്ക്ക് ഭൂമിയിലെ എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കാൻ കഴിയുമോ? കാരണം അബ്രഹാമിന്റെ വംശപരമ്പരയിൽ നിന്ന് നമുക്ക് മിശിഹായായ യേശുവിലേക്ക് എത്താൻ കഴിയും. യേശുവിലാണ് ഈ വാഗ്ദാനം നിവൃത്തിയേറുന്നത്. യേശുവിലൂടെയാണ് രക്ഷയുടെ വാഗ്ദാനം ഭൂമിയിലെ ഓരോ വ്യക്തിയിലേക്കും എല്ലാ ജനങ്ങളിലേക്കും ഒഴുകുന്നത്.